അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ബുദ്ധി താഴോട്ടാ. പെണ്ണുങ്ങൾ പടവലങ്ങ പോലെ താഴോട്ടാ വളരെ ബുദ്ധി. ഒരു പറയുന്നൊന്നും ശ്രദ്ധിക്കരുത്. വന്നുണ്ട്. മുറിക്കാനുള്ള പണിഷ്മെന്റ് എന്താന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ? എന്താ ശീർഷാസന പാത്രം പാത്രം കഴുകല് അന്നാള് അറിയാണ്ട് മുറിക്കിപ്പോ വേറെ കാര്യമുണ്ട്. ഈ മുറുക്കാന്ന് പറയുന്ന സാധനം ഈ പറയണ മാതിരി അത്ര മോശമൊന്നുമല്ല. അല്ലാണ്ടോ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു വായക്കൊക്കെ ഒരു എനർജി ക്യാൻസർ വരും. ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് ക്യാൻസർ വരും. ഒരു മുറുക്കിട്ടാ. പിന്നെ ഈ വെറ്റിലെ അർജുനൻ ഇന്ദ്രലോകത്തുനിന്ന് കൊണ്ടുവന്നാ പാർത്ഥൻ. പിന്നെ അടയ്ക്ക മഹാലക്ഷ്മിയാണ്. ഈ മഹാലക്ഷ്മിനെയാണ് വായിലിട്ടിട്ട് ഇങ്ങനെ ചവയ്ക്കുന്നത്. ഒക്കെ ഇങ്ങനെ ഇതാക്കിയാൽ അതൊന്നും അങ്ങനെ ഈ നെഗറ്റീവ് മാത്രം കാണല്ലേ. ഈ 4 കൂട്ടി ഇപ്പൊ നമ്മളെ തിരുവാതിരക്ക് 3 കൂട്ടി മുക്കല്ലേ, അതൊരു വലിയ കാര്യല്ലേ, അത് ചടങ്ങല്ലേ അത്. അതെ, ഈ പോകല കൂട്ടുന്നതാണ് പ്രശ്നം. ഈ പോകലില്ലാണ്ട് മുറുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതില്ലല്ലോ. ഈ അതൊന്നും പിന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വേറൊരു രഹസ്യം ഉണ്ട്. ഭർത്താവ് എത്ര ഒരു മുറുക്ക് മുറിക്കാണ്ടല്ലോ, ഭാര്യ ചെയ്ത 2 പാപം ഇല്ലാണ്ടാവും. അതിന് പരിഹാരമാവും. ആണോ? എന്നാ ഒന്നുകൂടെ ഞാൻ മുറുക്കട്ടെ. ഒരു 4 പാപം ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പാപം തീരും. എന്റെ 2 പാപം ഞാൻ ഇപ്പൊ തീർത്ത് 2 പാപം കൂടെ ഞാൻ തീർക്കാൻ പോവാം കേട്ടോ. പുകയില കൂട്ടി മുറുക്കണം, എന്നാലേ തീരും കേട്ടോ. ഇതൊക്കെ സത്യമാണോ സുശേട്ടാ? സത്യം. ഞാൻ അതിന്റെ പ്രമാണം ഞാൻ പോയിട്ട് ഇല്ലത്ത് പോയിട്ട് അയച്ചു തരുന്നുണ്ട്. അതെ, അതൊന്ന് കൊടുക്കണം. ഈ ദേവി ഇത് അടുക്കളയിൽ പോയി എന്ത് പണിയെടുക്കും? ഞാൻ എന്റെ പാപം ഒന്ന് കഴുകി കളയട്ടെ. പാപങ്ങൾ ദൈവമേ, ഇത് എവിടുത്തെ ഈ ബുദ്ധി വരുന്ന സമയത്തിന് ഞാൻ ഈ പ്രമാണം എന്തോന്നറിയാം. ഞാൻ ഉണ്ടെങ്കിൽ നോക്കി അയച്ചു തരുന്നുണ്ട്. എനിക്കൊരു സമാധാനം. ഇനിയിപ്പോ ഓരോ ദിവസവും ഈ രണ്ട് മുറുക്കി ഇങ്ങനെ മുറുക്കാലോ, എനിക്ക് നമ്മളെ പാവം തീർക്കാലോ. അത് മനസ്സിലാവില്ല സംഭവത്തിനകത്ത് മന്ദബുദ്ധി. അതെ, ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴേ സത്യം പറഞ്ഞ ഞാൻ അങ്ങനെ വിശ്വാസായി. ഞാനേ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നോക്കുമ്പോ ഈ മനുഷ്യൻ ഇഷ്ടം പോലെ പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അങ്ങോട്ട് മുറുക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഇങ്ങക്ക് കൂടി തരാനില്ല. മുറുക്കാൻ അങ്ങനെ ഭാര്യ മുറിക്കാൻ അതിപ്പോ ഞാൻ പ്രമാണം ഇല്ലത്ത് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ഉണ്ടോന്ന് അവരെ കഴിഞ്ഞിട്ട് മുറിക്കാൻ മതി.